വരാൻ അതിനല്ലാന്ന് വാ വാ ഇങ്ങോട്ട് വരാൻ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയെന്നേ, കഥ കടച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. വാ കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന ആ പാർത്തനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. നിങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എഴുത്തും വായനയും അറിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത്. ഇനി അതുണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിലെങ്കിലും കയ്യൊപ്പ് വെക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അതെന്താണെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിന് അക്ഷരമറിയണം. ഇനി മുതൽ ജോലി കഴിഞ്ഞു വന്നാൽ 1 മണിക്കൂർ നമ്മൾ അതിനായി മാറ്റിവെക്കണം. പഴയ പോലെ നമ്മളെ ആരും ചതിക്കാൻ പാടില്ല. ಇಲ್ಲಿ ನೋಡಿ, ಇನಿ ಹತ್ರ ಕಳ್ಳತರ ಮಾಡಬಾರಲ್ಲ, ಗೊತ್ತಾಯ್ತಾ? ഇവിടെ ഇതായിരിക്കണം മഞ്ഞ ഷർട്ടുകാരനാ മുകുന്ദ. കന്നഡ ക്ലാസ് എടുക്കുന്നത് രാധയാണ്. മലയാളം ക്ലാസ് ഞാനും. ഇംഗ്ലീഷ് ഇല്ല, ക്ലാസ് ഇല്ല. ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ബാങ്കിന്റെ വക സ്ലേറ്റും പെൻസിലും ഫ്രീ. ഇതിനൊന്നും എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഇരുന്ന് എവിടെ? ഇതൊക്കെ തരുന്ന ബാങ്ക് അല്ലേ സാറേ? തിമ്മയ്യ, നീ മുകുന്ദ അല്ലേ? എല്ലാരെയും എഴുത്തും വായനയും പഠിപ്പിക്കുകയല്ലേ? എഴുതാൻ കയ്യും പറയാൻ നാവുള്ളെങ്കിൽ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ശ്രാവണഗിരിക്കാരെ അവരുടെ വഴിക്ക് വിട്ടേക്കടാ മോനെ. ഇല്ല, ഇനി ബാങ്കിനെ ഉപയോഗിച്ച് ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ക്രൂരത ദൈവം പോലും പൊറുക്കില്ല. ദൈവം നാനാണ് മോനെ ശ്രാവണഗിരിക്കാരുടെ ദൈവം. അവരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവം. എന്റെ കാര്യത്തിൽ തലയിട്ടതിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ.
ತೋರಿಸಿದ ಕೈ ನಿನಗೆ ಬೇಕು. ഞങ്ങളുടെ നെഞ്ചി ചവിട്ടി നിന്ന നീ ഇതുവരെ കളിച്ചത് മതി, ഇനി വേണ്ട. നീ ജയിച്ചു എന്ന് കരുതണ്ട. ഇതേ നാട്ടുകാര് എന്നെ പേപ്പട്ടിയെ പോലെ എറിഞ്ചോടിക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നോ? ദേവർസി നൻ മകനെ ಗಂಗೆ ನಿನ್ನೆ ಮನಸೈತೆ ಕಣ್ತುಂಬ ತುಂಬೈತೆ ನನ್ನ ಕಣ್ತುಂಬ ನಿನ್ನ ಬೊಂಬೆ ತುಂಬೈತೆ എന്താ തിമ്മയ്യ ഞാൻ ഈ കേക്കണേ? എന്ത് എന്ത് കേട്ടു എന്നാ താൻ പറയണത്? തിമ്മയ്യൻ ബാങ്കിലെ പണം തിരിച്ചടക്കാൻ നേറ്റുണ്ടോ? ആ പാർത്തലും കൂട്ടരും എന്റെ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി ചെരുപ്പുമാല ഇടിച്ച് കൈതപ്പുറത്ത് നടത്തുന്നു പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് ബഹളുണ്ടാക്കി. ഇതാണോ കാര്യം? താൻ വിഷമം എടുക്കണ്ട. അവൻ പറഞ്ഞതൊക്കെ ആ പാർത്തനെ കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും. അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ പോയ വഴി തിരിച്ചു കിട്ടുമോ? എടോ മണ്ട, പണി തിരിച്ചു കിട്ടാനാ പൈസ അടയ്ക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്. തൽക്കാലം പണം അടക്കിയല്ലാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാവില്ല? ഇല്ല. അപ്പൊ തിമ്മയ്യ ഞാൻ പോട്ടെ. തിമ്മയ്യ ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് പേടിയാവണു. ഒറ്റയ്ക്കല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. തിമ്മയിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ. ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി. ഒരു ധൈര്യത്തിനാടോ. ഏയ് ഗതികെ മകളെ, ഞാൻ പോട്ടെ റമീസേ. ബന്നി പാർത്ത, ഓയ് രാധയ്ക്കൊരു കത്തുണ്ട്. ഇംഗ്ലീഷാ? തന്റെ പെങ്ങള് പരീക്ഷ പാസ്സായിന്ന്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ನಮ್ಮ ಹುಡುಗಿ ಪರೀಕ್ಷೆಯಲ್ಲಿ ಪಾಸ್ ಆಗಿದ್ದಾಳೆ. ಹೌದು ಸಾರೇ, ರಾಧ ಪಾಸಾയി. ಫಸ್ಟ್ ಕ್ಲಾಸ್ ഉണ്ട്. ചെലവപ്പടാ ഉണ്ട്. വൈകിട്ട് വീട്ടിലേക്ക് വാ. ഒന്ന് അമർത്തി വരക്കന്റെ വാറുണ്ടി. ഇനി വരച്ചാ ഇതിന്റെ തോല് പോവും. ഓ വന്നോ? നീ എന്നാ ഇപ്പൊ വരും പറഞ്ഞു പോയിട്ട് മെമ്പർന്നവർക്ക് അടയിരിക്കായിരുന്നു. ഞാൻ നീ വന്നിട്ട് പോകാൻ നിൽക്കായിരുന്നു. ചന്ത വരെ ഒന്ന് പോണം. അല്ല വാർത്ത, പിന്നെ എന്താ അല്ല നീ ഇപ്പോ എന്താ അടകടം തിരിഞ്ഞെടുക്കുന്നത്? ഉള്ള കാര്യം പറ. എന്താ പ്രശ്നം? നീ ചുമ്മാ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഓ സമാധാനമായി. ചത്തട്ടില്ലല്ലോ, ഭാഗ്യം. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ലോറി കൊണ്ടുവന്നുണ്ടോ? അതോ പറ്റി തൊലച്ചോ? ലോറിയൊക്കെ ഉണ്ട്. അയാളൊരു പെണ്ണ് കെട്ടി അവരെയും കൊണ്ടാ വന്നേക്കുന്നത്. ചെല്ലേ അകത്തേക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന്നെ ഇഷ്ടാവുന്നു. അവൾ എന്റെ മോളാ. പാർത്ത, അത് ഇത് ഗോമതി, നിന്റെ ചെറിയമ്മയാ. മോളെ ചെറിയമ്മ വിളിച്ച് വേഗത്തുണ്ടേ. അവസാന കാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അനത്തി തരാൻ
ഇവളൊരു പാവാടാ. മിണ്ടരുത്, അല്ലെങ്കിൽ ഞാൻ വല്ല കടുകയും കാണിക്കും. പൊയ്ക്കോ. മോനെ, നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. തന്തയെ കൊന്ന പേര് ഏൽപ്പിച്ചെന്നെ ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോകും. രണ്ടിനും വേണ്ടി തുണ്ടും തുണ്ടൊക്കെ ഞാൻ. പൊയ്ക്കോ. മോനെ, ഞാൻ പോകാൻ. എടാ, ഞാൻ പറയട്ടെ. മര്യാദക്ക് പോകാനല്ലേ പറഞ്ഞു. എടാ, പാർത്ത. ആ, എടാ, എന്താ ഈ കാണിക്കണേ നീ? അയ്യോ അയ്യോ വേണ്ട അയ്യോ ഒന്നും പറ്റില്ല അയ്യോ അയ്യോ വേണ്ട എന്താ ഇത്? ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ല, ഈ വേണ്ട. ആൾക്കാർ നോക്കിക്കിടെ കണ്ടില്ലേ? വെറുതെ ഒരു സീൻ ഉണ്ടാക്കണോ? എത്ര അച്ഛനല്ലേ? അച്ഛൻ? എനിക്ക് നോക്കും അച്ഛനില്ല. പണ്ട് ഇതുപോലെ ഒരുത്തിയായിട്ട് ഇടപാട് തുടങ്ങിയപ്പോഴാ എന്റെ അമ്മ ആദ്യം തളർന്നു വീണത്. ഇയാളെ കുറിച്ച് തെണ്ണപ്പെട്ട എന്റെ അമ്മ ചത്തത്. ചത്താൽ ഇയാൾ കൊന്ന. ആദ്യം പിടിപ്പിച്ചു ഇയാളുടെ അമ്മയെ കൊന്ന. മോനെ പാർത്ത, ഇത് അങ്ങനെയല്ല. ഞാനിവിടെ റേഷ്യ ചെയ്ത് കെട്ടിക്കൊണ്ട് വന്നേക്കണതാ. എടാ, ഞാൻ പഴയ ചക്രവാണിയല്ല. നീ എന്നെ വിശ്വസിക്കേ. മിണ്ടരുത്. കല്യാണ പ്രായത്തേക്കുന്ന ഒരു പെണ്ണ് വെക്കുമ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു തന്ത എനിക്ക് വേണ്ട. ചക്രവാണി, തൽക്കാലം നിങ്ങൾ ഇവരെ കൂട്ടിട്ട് പോ. ഇപ്പോഴത്തെ കല്യാണം ഇറങ്ങുമ്പോ പാർത്ത് തന്നെ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടിരും. ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ? അങ്ങനെ വെറും കൈയോടെ ഇവിടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാ ഇത് എനിക്കൂടി അവകാശപ്പെട്ട മണ്ണാ. ഇവിടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? പടച്ചുണ്ടാക്കിയല്ലാതെ ഇവിടെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ അന്നം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? കള്ളം കുടിച്ച് കണ്ട തേപിടിച്ചുകൊണ്ട് അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അകത്തേക്ക് കിടന്നോ? ചായന്ന് പറയാൻ ചെലവിൽ തരാം. പക്ഷേ ഈ അലവലാതി ഇതിനകത്ത് കാര്യം ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോരോ. ഗോമതി, 2-3 കാപ്പിയിട്. കൂത്കൊള്ളി. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു. തന്നെയും ഭാര്യയും പാർത്താൻ ഇറക്കി വിട്ട വിവരം നിമ്മ എസ്രേനു പുട്ടണ്ണ. ഈ പുട്ടണ്ണ വന്ന് തിമ്മയ്യനോട് പറഞ്ഞപ്പോ തിമ്മയ്യൻ ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഉടനെ ആളെ വിട്ട് കളപ്പുര റെഡിയാക്കാൻ പറഞ്ഞു. ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും. ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് തിമ്മയെ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നെ. അതൊക്കെ പോട്ടെ. മുകുന്ദൻ സാറ് മധ്യസ്ഥം പറയാൻ വന്നിട്ട് എന്തായി? മുതലാളി, മുകുന്ദൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എന്നെ കൈവച്ചേനെ. ഇത് കർണാടക നാടകം. നിന്റെ ചെക്കൻ പോസ്റ്റും കാല് പോലെ വളർന്നേ ഉള്ളൂ. അവൻ അങ്ങട് ചാടറ കുഞ്ഞിരാമ, ഇങ്ങട് ചാടറ കുഞ്ഞിരാമ, വെള്ളം കോരുന്ന് കാണിക്കട കുഞ്ഞിരാമ, കാവടിയാടുന്ന് കാണിക്കട കുഞ്ഞിരാമ. ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ? ആ കുറവനാ, മുകുന്ദൻ കുറവൻ. അയ്യാ എന്നടി? അയ്യ പാലില്ലേ? പാലില്ല, കട്ടൻ കാപ്പി എടുക്കട്ടെ. ഗോമതി ആദ്യമായിട്ട് തരണതല്ലേ, വാങ്ങി കുടിക്കല്ലേ. ಏನು ಬೇಡ. கோமதி, ஊரு மணி இஷ்ட ஆயிட்டா? இந்த ஊரும் வீடு உனக்கு பிடிச்சாச்சான்னு முதலாளி கேக்குறேன். ரொம்ப பிடிச்சாச்சு. അതെ, എവിടുന്ന് പൊക്കി ഈ സാധനത്തിന്? അത് ഞാൻ മേട്ടുപാളയത്തിൽ ഓടുകൊണ്ട് പോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ. പാവാ. അല്ല, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇനി മേട്ടുപാളയത്ത് മുമ്പ് എനിക്ക് ನಾವು ಬರ್ತೀನಿ. ನಿಮಗೂ ಏನು ಬೇಕಂದ್ರೆ ನಮ್ನ ಹತ್ರ ಕೇಳು. എന്താ ചരക്ക്? മുകുന്ദണ്ണ, രാധേച്ചി അവിടെ ഭയങ്കര കരച്ചിലാ. കരയേ? എന്തിന്? പാർത്തണ്ണൻ രാധേച്ചിയോട് ഇനി പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. മുകുന്ദേട്ടൻ പറഞ്ഞ പാർത്തണ്ണൻ കേൾക്കും. ഒന്ന് പറയൂ. വെള്ളം ഇറങ്ങാതെ ചത്ത തള്ളയുടെ ശവം അനാഥപ്രേതങ്ങളുടെ ആശുപത്രി മോർച്ചറി കിടന്നു 2 ദിവസം. ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഇവക്കന്ന് 5 വയസ്സാ. വിശന്നും കരഞ്ഞ് തളർന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴൻ ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത്. ആരോ പറഞ്ഞറിഞ്ഞ് തന്തേന്ന് പറയുന്ന മനുഷ്യൻ വന്നു. 2 മാസം കഴിഞ്ഞ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിനും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങളും വാശിയും പിണക്കൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോ രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ. ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ. കഴിഞ്ഞോണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി. ബാക്കിയുള്ളത് പൈക്കളാ. ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം. അയാളും ഭാര്യയും നാട്ടിലുള്ളിടത്തോളം കാലം അതിന് അവകാശം പറഞ്ഞുകൊണ്ട് വരും. കണ്ണി ചോരയില്ലാത്തവനാ. അതിനു മുമ്പ് എല്ലാത്തിനെയും വിറ്റുപെറുക്കി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഇവിടെ കല്യാണം നടത്തണം. നാളെ പൈക്കളെയും കൊണ്ട് മലയേറുമ്പോ ഒരു പാമ്പ് കടിച്ചോ വെല്ലടി വെട്ടിയോ എന്റെ തല പോയാ ഇവക്ക് പിന്നെ ആരാ ഉള്ളത്? വേണ്ടാത്തൊന്നും ചിന്തിക്കില്ലേ. കല്യാണത്തിന് വേണ്ടി പാർത്ഥൻ കരുതിയിട്ടുള്ള സമ്പാദ്യത്തിൽ തൊടാതെ രാധയെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. രാധയുടെ പഠിത്തത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് തരും. പാർത്ഥൻ കുറേശ്ശായിട്ട് തിരിച്ചടച്ചാ മതി. ഒക്കെ ശരിയാവും. പിന്നെ കല്യാണം അത് എടുപിടിന്നിങ്ങനെ
അതിനതിന്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ?